ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചില്ലിയാണ് ഇവിടെ ചെയ്യാനായിട്ട് പോണത്. സോയാബീൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സോയാ ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു സോയാ ചില്ലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം സോയാബീനാണ് കേട്ടോ. വലിയ സൈസുള്ള സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് എടുക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഒരു സോയ നന്നായിട്ട് തന്നെ ഇങ്ങനെ കുതിർന്നിട്ട് ഇങ്ങനെ വീർത്തിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഒരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടായിട്ട് വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് സോയാബീൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ മുരിച്ചിട്ട് എടുക്കരുത് കേട്ടോ. അങ്ങനെ മുരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഹാർഡായിട്ടുണ്ടാവും, കടിക്കാൻ പറ്റാത്ത പരുവത്തിലാവും കേട്ടോ. അപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്തിൽ വേണം ഈ ഒരു സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. 4-5 വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോയാ ചില്ലിക്കൊക്കെ നമ്മൾ ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ. സവാള ഞാൻ നേരത്തെ പറഞ്ഞില്ല, വലുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സവാള കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് മീഡിയം സൈസിലുള്ള 2 സവാളയായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിൽ ആക്കിയെടുക്കരുത് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മളിതിലേക്ക് സോസുകളൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. സോസിലൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഒരു സോയ ഫ്രൈ ഒക്കെ ചെയ്തില്ലേ, സോയ ഫ്രൈ ചെയ്തിട്ട് എടുത്തില്ലേ, അതിലും അത്യാവശ്യം ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സവാളയും ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ട് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റോളം ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ട് പോകും. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചില്ലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പമല്ല തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്